അയ്യോ എന്റെ ഈശോ. എടാ ബ്ലാക്ക്, നിന്നാടെന്നെ ചവിട്ടി കൊല്ലാനല്ല പറഞ്ഞതേ, ചവിട്ടി തിരുമാനാണ്. ഞാൻ തിരുമണയാണ് മുതലാളി. ആണാണ്. ഇതെന്താണ് ഒരുമാതിരി പെണ്ണുങ്ങളെ ഉണക്കച്ചമ്മീൻ ചവിട്ടി പൊളിക്കണത് മാരി ചവിട്ടി കൂട്ടണത്? ഓ ഇതിലും ഭേദാ വള്ളത്തേന്ന് വീണ് ജാഗാർന്ന് കേട്ടാ. ഞാൻ പഠിപ്പിച്ച തിരുമക്ക നീ മറന്നു പോയാ മകനെ. ആ മൂസതിന്റെ വീട്ടിൽ പോയാ പിന്നെ ഇവന് സ്വല്പം പട്ടായി കേട്ടാ. മുതലാളി സംഗതി സൂക്ഷിച്ചില്ലെങ്കിൽ ഇവന് ഇതെല്ലാം കൂടി ഇട്ട് ചവിട്ടിക്കൂട്ടും കേട്ടാ. പോടാ, അങ്ങനെ ചവിട്ടി കൂട്ടിയിട്ട കാര്യമുള്ളു. മുതലാളിയുടെ വായിന്ന് പത വരണം. വായിന്ന് പത വരാൻ എന്താണ്? മുതലാളി പേപ്പറ്റിയാണ്. പോടാ മണ്ട, ശരീരത്തിലെ കേട് മുഴുവൻ പതയായിട്ട് പുറത്തു വരണം. അത് ശരിയാണല്ല. അലക്കുപൊടിയിട്ട് തുണി അലക്കുമ്പോ അഴുക്കുമ്പോ പതയം വരും. ആ പത വന്ന് തുടങ്ങി കേട്ടാ. ആ കയറങ്ങാനും പൊട്ടിയാ മുതലാളിയെ തിണ്ണേന്ന് വടിച്ചെടുക്കേണ്ടി വരും. അയ്യോ എവനിപ്പോ നന്നായിട്ട് തിരുമണുണ്ടല്ലോ. സുഖം ഉണ്ടോ മുതലാളി? പിന്നെ ഇപ്പൊ നല്ല സുഖമുണ്ടാ. എടാ പത്രോസേ, എന്താ മുതലാളി? നമ്മ ക്രിസ്ത്യാനികൾ ഈ ജാതകത്തിലൊന്നും വിശ്വസിക്കത്തില്ലെങ്കിലും ഞാൻ നോക്കിക്കും കേട്ടാ. ഈ കിടപ്പ് കണ്ടാ അറിയാവല്ലേ. അതല്ലടാ കോപ്പേ, ആ ജോത്സ്യകരന്റെ പേസ് കെട്ടുമ്പോ നോക്കി പറയണേ, IAS-കാരെ IPC-കാരെ ഒന്നും നോക്കി തെണ്ടി നടക്കണ്ട. നമ്മുടെ ബ്ലസ്സിമോളെ നമ്മുടെ ബ്ലാക്കിനെ കൊണ്ട് കെട്ടിച്ചേക്കാൻ. പ്രായമണി കൂടുതലാണെങ്കിൽ ഇവൻ നല്ല പണിക്കാരനാണല്ല. എന്റെ കർത്താവേ, ഞാൻ ആ ജോത്സ്യകന് ഒരു കൊമ്മസ്രാവിനെ കൊടുക്കും. എന്റെ ബ്ലാക്ക് മോന്റെ ഭാഗ്യം അല്ലടാ. ഒന്ന് ചിരിക്കടാ. അയ്യോ മുതലാളി ചത്ത്. ഓടിക്കോടാ ബ്ലാക്ക്, നീ മുതലാളിനെ കൊന്നടാ. അയ്യോ ഞാൻ ചത്തന്ന് കണ്ടപ്പോ എന്തൊരു സന്തോഷം. ഓ എടാ എന്റെ ഉളുക്ക് പോയടാ. കണ്ടാ മുതലാളിയെ കൊന്നില്ലല്ലേ, പിന്നെന്തിനാണ് പോലീസ് വന്നത്? എനിക്കൊല്ലാഞ്ഞത് കൊണ്ടായിരിക്കും. ആ സാറുമാരൊക്കെ വന്നേ. ഒത്തിരി പേരുണ്ട് കേട്ടോ. വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ വിചാരിച്ചേ? തരകന്റെ വീടല്ലേ ഇത്? അത് കൊള്ളാം. വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കണത്. ഇന്നാള് കടപ്പുറത്ത് മീൻ മേടിക്കാൻ വന്നപ്പോഴേ ഇവിടെ വന്ന് മൂക്കുമുട്ട കള്ളുങ്ങപ്പൻ കയറ്റുകാരൻ സാറുമാര് മറന്നുപോയാ. കൂടുതൽ വാച്ച് പഠിക്കരുത്. ആരാ ഈ ബ്ലാക്ക്? ഇതാണ് ബ്ലാക്ക്, എന്റെ മകനാണ്. അച്ഛനല്ല അപ്പൻ. എന്നതാണ് ഇവൻ വല്ല തല്ലും ഉണ്ടാക്കിയ? ഞാനൊന്നും ഉണ്ടാക്കിയില്ലപ്പാ. കേട്ടേ. പിന്നെ എന്തിനാണ് സാറേ ഇവനെ തിരക്കണത്? ഇവനൊരു പാവം മന്ദബുദ്ധി പയ്യനാണ് കേട്ടാ. ഇവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മന്ദബുദ്ധിയൊന്നുമല്ല. മുംബൈ വന്ന് രണ്ടുപേരെ കൊന്നിട്ടേ ഇവിടെ വന്ന് നാടകം കളിക്ക. ഇത് കേട്ടാടാ, ഈ മന്ദബുദ്ധി ബോംബെക്ക് പോയി രണ്ടുപേരെ കൊന്നെന്ന്. ഒയ്യാരേ ഹൊയ് അല്ല പോവാ. ഇവൻ ആരെയാണ് കൊന്നത്? കൊന്നെന്നാ? ആരെ? ഈ പാമ്പ എന്ന് പറയുന്നത് ഏത് തുറയിലാണപ്പാ? മതി മതി കളിച്ചത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവൻ ബ്ലാക്ക് അല്ല. 10 വർഷം മുമ്പ് മുംബൈയിൽ നിന്ന് കാണാതായ രമേശ് ശർമ്മ IPS ആണ്. ഇവൻ ഇവിടെ ഒളിവിൽ കഴിഞ്ഞിട്ട് അവിടെ വന്ന ആളുകളെ കൊല്ലുകയാണ്. എന്തോ പോഴത്തം പറയണത് കേട്ടാ. അല്ലടുത്ത് അംശം ചോദിക്കട്ടെ സാറേ, നിങ്ങൾ ഇപ്പൊ എവിടുന്നാണ് പറയണത്? പോലീസ് കച്ചേരി അതാ പിരാന്താശുപത്രി? നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇവർ മുംബൈയിൽ നിന്ന് പ്രത്യേക ഓർഡറുമായിട്ട് വന്നിരിക്കുന്നത്. എന്തോന്ന് വിളിച്ച ആർഡർ? ഈ കടലിൽ മീൻ പിടിച്ചു കിടക്കുന്ന ഈ പാവത്തിനെ പിടിക്കാണ്ട് പോയി ഉരുട്ടി കൊല്ലാന്. അത് ഈ തരകന്റെ തുറ നടക്കത്തില്ല സാറേ. ബോംബെയിലെ പോലീസ് മന്ത്രി നമ്മുടെ കുമാരൻ സാറല്ലേ? ഞാൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വൈലി ആ ബോണിംഗ് കെട്ടെടുത്ത്. പ്രയോജനം ഉണ്ടാവും തോന്നില്ല. കുമാർ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നത്. കുമാർ സാറിന്റെ മകള് മീനാക്ഷിയാ പറഞ്ഞത് ഇവനിവിടെ ഉണ്ടെന്ന്. അവനെ കൊണ്ടുപോകരും. അപ്പം വെറുതെ വിഷമിക്കണ്ട, ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. എന്റെ കർത്താവേ,
എന്താ മോളെ? നാളെ കോടതി പോകുമ്പോ ഞാൻ കൂടെ വരട്ടെ. പത്രോസ് ചായൻ അപ്പച്ചനോട് പറയുമോ? ബ്ലാക്കിനെ കാണുന്ന ഞാൻ പറയാ. കോടതി ഇറക്കി വിടാ. ഇതെന്താ പറയാ? കടപ്പുറം മുഴുവനുണ്ടല്ലോ. കടപ്പുറമല്ലടോ വക്കീലേ, കടലിളകി വരും സുനാമി തര പോലെ. എന്നിട്ട് ഈ കോടതി മുഴുവൻ ഒരു മുഴുങ്ങങ്ങാട്ട് മുഴുങ്ങും. എന്താണോ വക്കീലേ താൻ തുറക്കാരെ കളിയാക്കണം? ഇയാളെ ആള് ശരിയല്ല. വിട്ടു തരില്ല. ബ്ലാക്കിനെ ഞങ്ങ വിട്ടു തരില്ല. കരാവ് ചെയ്യാനിതെന്താ കളക്ടറേറ്റാ? ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയ കോർട്ട് ലക്ഷ്യത്തിന് എല്ലാത്തിന്റെ പേരിൽ കേസെടുത്ത് അകത്തിടും. യാണ്ടേ അകത്ത് കിടക്കാൻ ഞങ്ങൾക്ക് സമയമില്ലേ? എന്റെ വക്കീലെ നുമ്മ കണാകുണ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഞങ്ങളുടെ ബ്ലാക്കിന് ജാമ്യം കിട്ടുമാ? ശ്രമിക്കാമെന്ന കിട്ടണം. അത് ഞങ്ങൾക്കിടെ ഒരു വാശിയാണ്. ആ ബോംബെ മന്ത്രി കുമാരൻ സാറിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ബ്ലാക്ക് എന്ന്. അയാ സമ്മതിക്കണ്ടേ? അയാ പറയണേ ഇവനെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന്. എന്നാ അതൊന്നും കാണണമല്ല. വക്കീലെ കാശ് എത്ര വേണമെങ്കിലും തരകം മുടക്കാം. വേണമെങ്കിൽ ജഡ്ജിക്ക് കൊടുക്കാം. അതൊന്നും വേണ്ട. നിങ്ങൾ മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. ഇനി ഞങ്ങൾ മുണ്ടുകയറി. എടാ ആരും മുണ്ടരുത് കേട്ടാ. എന്താ കോടതിയിൽ ഇത്ര വലിയ ബഹളം? അല്ല ഞങ്ങൾ തുറക്കാരും മൊത്തം ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ. ഞങ്ങളുടെ മകനെ കൊണ്ടുപോകേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. സൈലൻസ് പ്ലീസ്. മിണ്ടാതിരിക്കാൻ. യെസ് പ്രൊസീഡ് മിസ്റ്റർ പ്രോസിക്യൂട്ടർ. യുവർ ഓണർ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ബ്ലാക്ക് എന്ന് വിളിക്കുന്ന ഈ വ്യക്തി 10 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ നിന്ന് കാണാതായ സിറ്റി പോലീസ് കമ്മീഷണർ രമേശ് ശർമ്മ IPS ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബ്ലാക്ക് എന്ന് വിളിക്കുന്ന ഈ രമേശാണ് മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ നാഷണൽ പാർട്ടി പ്രസിഡന്റ് പ്രകാശ് കുമാറിനെയും മുംബൈ അഡീഷണൽ DGP അഗർവാളിനെയും കൊലപ്പെടുത്തിയെന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഈ തെളിവുകൾ പ്രകാരം ഇയാൾക്ക് വധശിക്ഷ വരെ കിട്ടാവുന്നതാണ്. അത് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ അങ്ങയുടെ പരിശോധനയ്ക്കായി സമർപ്പിക്കുന്നു. വലിയ വോട്ട് വിട്ടുണ്ട് ഒരുപാട് നുണ പറഞ്ഞാലുണ്ടല്ല വിവരം അറിയും. എടാ ഞാനല്ല ഇതൊക്കെ ചെയ്തെന്ന് വാദമൊന്നും പറയണ. ഇൻസ്പെക്ടർ എന്താ ഇത്? എന്ത് വിചാരിക്കാം? ശബ്ദം ഉണ്ടാക്കി പിടിച്ച് പുറത്താകും. ഓർഡർ ഓർഡർ. യുവർ ഓണർ, ഇത്രയും കാലം കേരളത്തിൽ ഒളിച്ചു താമസിച്ച് ആളുകളെ കബളിപ്പിച്ച ശേഷം മുംബൈയിൽ രഹസ്യമായി ചെന്ന് തന്റെ ശത്രുക്കളെ വകവരുത്തിക്കൊണ്ടിരിക്കുന്ന അപകടകാരിയായ ബ്ലാക്ക് എന്നറിയപ്പെടുന്ന ഈ ക്രിമിനൽ രമേശ് ശർമ്മയെ മേൽപ്പറഞ്ഞ കൊലപാതക കേസുകളുടെ അന്വേഷണത്തിനായി മുംബൈ പോലീസ് ആവശ്യമുണ്ട്. അതിനുവേണ്ട നടപടി നടത്തി പ്രതിയെ മുംബൈക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ആൾ യുവർ ഓണർ. പ്രതിഭാഗത്തിന് എന്താ ബോധിപ്പിക്കാനുള്ളത്? യുവർ ഓണർ, എന്റെ കക്ഷി മുംബൈയിൽ പോവുകയോ കൊലപാതകം നടത്തുകയോ ചെയ്തിട്ടില്ല. അത് മുംബൈ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണ്. ഈ കേസ് അന്വേഷണത്തിന് പ്രതിയെ മുംബൈ പോലീസിന് കൈമാറുന്നതിൽ എതിർപ്പൊന്നുമില്ലല്ലോ? ഉണ്ട് യുവർ ഓണർ, എതിർപ്പുണ്ട്. എന്താണ് നിങ്ങൾക്കതിനുള്ള ആർഗ്യുമെന്റ്സ്? അത് യെസ് പ്രൊസീഡ്. അത് ആർഗ്യുമെന്റ്സ് ബ്ലാക്ക്. യുവർ ഓണർ, ഞാൻ ദിനേശ്, മുംബൈ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ നിൽക്കുന്ന മന്ദബുദ്ധിയായ മനുഷ്യൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കെട്ടിച്ചമച്ച കഥയിലെ നായകൻ രമേശ് ശർമ്മയാണെങ്കിൽ മാത്രം മുംബൈക്ക് കൊണ്ടുപോയാൽ പോരെ? അതല്ല, ഈ മന്ദബുദ്ധിയായ ബ്ലാക്ക് മുംബൈയിൽ പോയി കൊല നടത്തിയെന്നാണോ പ്രോസിക്യൂട്ടർ പറയുന്നത്? മിസ്റ്റർ ബ്ലാക്ക്, നിങ്ങൾ ഈ കടപ്പുറം വിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്? കടപ്പുറത്തുനിന്ന് വള്ളം ഇറക്കിയ പുറംകടലിൽ പോവും. അവിടുന്ന് മീൻ പിടിച്ചാണ്ട് വരും.
അത് കൊടുത്ത് കാശ് കിട്ടിയാ ഞാനും അപ്പനും കൂടെ കള്ള് ഷാപ്പിൽ പോവല്ലേ അപ്പാ? എന്റെ മകനാണ്. യുവർ ഓണർ, വർഷങ്ങളായി ഇവിടുത്തെ കടപ്പുറത്ത് തരകൻ മുതലാളി എന്ന മറൈൻ ഫുഡ് എക്സ്പോർട്ടറുടെ സഹായിയായി കഴിയുന്ന വ്യക്തിയാണ് ഈ നിൽക്കുന്ന ബ്ലാക്ക്. ചാകരക്കോള് വരുമ്പോ ഒരു തീരത്തുനിന്ന് മറ്റൊരു തീരത്തേക്ക് കൂട്ടമായി പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ സ്വന്തമായി യാത്ര ചെയ്ത് തിരിച്ചു വരാനുള്ള സാമാന്യ ബുദ്ധിയോ സാമർഥ്യമോ ഇല്ലാത്ത ആളാണ് ഈ ബ്ലാക്ക്. ആകപ്പാടെ ഓടിക്കാൻ അറിയാവുന്ന ഒരു വാഹനം വള്ളമാണ്. അത് തുഴഞ്ഞ് മുംബൈയിൽ പോയി കൊലപാതകം ചെയ്ത് തിരിച്ചു വരാൻ എത്ര കാലം വേണ്ടിവരും? ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രതിഭാഗം വക്കീൽ പറയുന്നത് മന്ദബുദ്ധിയായ ബ്ലാക്കിന്റെ കാര്യമാണ്. പക്ഷെ ഇത് ബ്ലാക്ക് അല്ല, ബുദ്ധിരാക്ഷസനായ രമേശ് ശർമ്മ IPS ആണ്. ബ്ലാക്ക് എന്ന മന്ദബുദ്ധിയെ നാടകം കളിക്കുകയാണ്. മൃഗീയമായ 2 കൊലപാതകങ്ങൾ നടത്തിയ ഈ ക്രിമിനലിന് കേസ് അന്വേഷണത്തിൽ വിട്ടു തരണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു. യുവർ ഓണർ, മുംബൈ പോലീസിനെ നാണം കെടുത്തുന്ന പ്രസ്താവനയാണിത്. സത്യം തെളിയിക്കുന്നതിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പോലീസ് സേനയാണ് മുംബൈയിലുള്ളത്. ഇവിടെ എത്തിയിരിക്കുന്ന മുംബൈ DYSP വിക്രം ശർമ്മയെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുകയാണ്, ആ മുംബൈ പോലീസിന്റെ റെക്കോർഡുകൾ തെറ്റാണെന്ന് ഈ പ്രോസിക്യൂട്ടർ പറഞ്ഞാൽ മുംബൈ കോടതി അത് സമ്മതിക്കുമോ? എന്താണെന്ന് തെളിച്ചു പറയൂ. മുംബൈ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്ന രമേഷിന്റെ ചില ചിത്രങ്ങളാണ്. അന്നത്തെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വന്നിരുന്നു. 10 വർഷം മുമ്പ് അതിപ്രശസ്തനായിരുന്ന മുംബൈ സിറ്റി പോലീസ് കമ്മീഷണർ രമേശ് ശർമ്മ ട്രെയിൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്നുള്ള മുംബൈ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും FIR-ഉമാണ്. ഇത് രമേശ് ശർമ്മ IPSന്റെ സംസ്കാര ചടങ്ങിലെടുത്ത ചിത്രങ്ങളാണ്. മന്ത്രിമാരും സീനിയർ പോലീസ് ഓഫീസേഴ്സും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇത്രയും പോരെ യുവർ ഓണർ ബ്ലാക്കിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ? രൂപസാദർശ്യത്തിന്റെ പേരിലാണ് സംശയമെങ്കിൽ ഒരാളെപ്പോലെ 7 പേര് ഈ ഭൂമിയിലുണ്ടെന്ന് ശാസ്ത്രം തന്നെ പറയുന്നു. പ്രോസിക്യൂട്ടർക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സമർത്ഥമായ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി പ്രതിഭാഗം പല കാര്യങ്ങളും നിരത്തിയിരിക്കുന്നു. പക്ഷെ ഈ കേസിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനായി 4 പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടി വിസ്തരിക്കാൻ അനുവാദം നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആരൊക്കെയാണ്? 1, ബ്ലാക്കിന്റെ പിതാവായ പത്രോസ്. കാരണം യഥാർത്ഥത്തിൽ ഇയാൾ ബ്ലാക്കിന്റെ പിതാവല്ല. 2, മംഗലാപുരത്തുകാരൻ ഒരു മുതലിയാർ. ബ്ലാക്കിന്റെയും പത്രോസിന്റെയും മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഏക വ്യക്തി. 3, ലോകപ്രശസ്ത ആയുർവേദ ആചാര്യൻ മൂസത്ത്. ബ്ലാക്കിനുള്ളിൽ രമേശ് ശർമ്മ IPSനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് അദ്ദേഹമാണ്. 4, ഈ കേസിന്റെ സത്യാവസ്ഥ ആദ്യമായി വെളിച്ചത്ത് കൊണ്ടുവന്ന മഹാരാഷ്ട്ര ഹോം മിനിസ്റ്റർ പ്രഫുല്ലകുമാറിന്റെ മകൾ മീനാക്ഷി. രമേശ് ശർമ്മ IPSന്റെ കാമുകിയായിരുന്നു ഈ മീനാക്ഷി. യെസ്, സാങ്ഷൻ. ഈ കേസിന്റെ വാദം നാളെയും തുടരും. ഞാനിനി കോടതിയിലും കയറണോ? മനുഷ്യരുടെ ജീവിതം നശിപ്പിക്കല്ല, നൽകുകയാണ് ഒരു പിശക്കുരന്റെ ധർമ്മം. ഒരു ജീവിതം നശിക്കാതിരിക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോ നശിക്കുന്നത് മറ്റു പല ജീവിതങ്ങളാ. അങ്ങ് പറഞ്ഞ പോലെ ചികിത്സാ സമയത്ത് തലച്ചോറിന് വന്ന വ്യതിയാനങ്ങൾ അയാളെ ഒരു കില്ലറിന്റെ മാനസികാവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടാവാം. തന്ത്രപരമായ കൊലപാതകങ്ങൾ നടത്തുക, അയാളെ രക്ഷിച്ച് എന്നെ തന്നെ കൊല്ലുമെന്ന് പറയുക. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ കൊലപാതകം നടത്തിയ ബ്ലാക്കാണ് തെളിവൊന്നും ഇല്ലല്ലോ. അങ്ങ് രമേശിന് വേണ്ടി വാദിച്ചു തുടങ്ങിയല്ലേ? അപ്പോ എന്റെ സംശയം ശരിയായിരുന്നു. എന്ത് സംശയം? ചികിത്സയിലൂടെ രമേശായി മാറിയ ബ്ലാക്കിനെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി വീണ്ടും ആ കടപ്പുറത്ത് ജീവിക്കാനുള്ള അഭിനയം പഠിപ്പിച്ചത് അങ്ങല്ലേ? മീനാക്ഷി, രമേശിന് വേണ്ടി വാദിക്കാൻ മുംബൈയിൽ നിന്ന് വക്കീൽ വന്നപ്പോ എന്റെ സംശയം ഇരട്ടിച്ചു. ഇപ്പൊ അയാൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വാദം കൂടി കേട്ടപ്പോ എല്ലാം എനിക്ക് ബോധ്യായി. എന്തിനു വേണ്ടിയാണ് അങ്ങേ അരുംകൊലകൾക്ക് കൂട്ടു നിൽക്കുന്നത്? എന്നെ കൊന്നിട്ട് അങ്ങേക്ക് എന്ത് കിട്ടും? മീനാക്ഷി, എനിക്കറിയണം. കോടതിയിൽ സത്യം തുറന്നു പറയാൻ അങ്ങ് വരുമോ? നിനക്ക് വേണ്ടി. നിങ്ങൾ എന്ത് വിട്ടിത്തമായി കാണിച്ചത്? നിയമത്തിന്റെ വഴിക്കല്ല അവനെ നമുക്ക് വേണ്ടിയിരുന്നത്. ആ തരകനെ കൊന്ന് കടലിൽ താഴ്ത്തിട്ടാണെങ്കിലും അവനെ പിടിച്ചോണ്ട് മുംബൈക്ക് വരണ്ടായിരുന്നോ? സോറി സാർ, ആ സർക്കിൾ ഇൻസ്പെക്ടർ അതിന് വഴങ്ങിയില്ല. അവനെ കോടതിയിൽ ഹാജരാക്കണം നിർബന്ധം പിടിച്ചു. യൂസ്ലെസ് ഫെലോസ്, നിന്നെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് എന്നെ തല്ലണം. മഹാരാഷ്ട്രയിൽ ആനപ്പുറത്തിരിക്കുന്ന ഞാൻ ഇവിടെ ഈ കേരളത്തിൽ വന്ന് വെറും ഒരു കൊടിച്ചുപട്ടിയെ പേടിക്കണം അല്ലേ? നാളെ മൂസേന്റെ മൊഴി വരുന്നോടെ എല്ലാം ക്ലിയർ ആവും സർ. മറ്റന്നാ നമുക്ക് അവനെ മുംബൈക്ക് കൊണ്ടുപോകാൻ പറ്റും. മഹാരാഷ്ട്ര അതിർത്തിയിൽ കാലെടുത്തു കുത്തുന്ന ആ നിമിഷം അവന്റെ കഥ കഴിഞ്ഞിരിക്കണം. എനിക്കൊരു സംശയം സർ. എന്ത് സംശയം? ഇവൻ രമേശ് ശർമ്മയാണെന്ന് തെളിഞ്ഞാല്
10 വർഷം മുമ്പ് തന്നെ തല്ലി മൃതപ്രായനാക്കി കടലിലെറിഞ്ഞ സാറാണെന്ന സത്യം അവൻ കോടതിയിൽ പറഞ്ഞാലോ? അവൻ പറയുന്നത് ആര് വിശ്വസിക്കാൻ? അവന് തെളിവുകൾ വല്ലതും ഹാജരാക്കാൻ പറ്റൂ? മാത്രമല്ല ഇതൊക്കെ അവൻ മുംബൈ കോടതിയിലല്ലേ വന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് അവന്റെ ശവദാഹം നടക്കുമല്ലോ.